Write a program to print the sum of n natural numbers. Also count the numbers of odd numbers in it. നാച്ചുറൽ നമ്പേഴ്സിന് സം എടുക്കണം അപ് ടു n. സോ യൂസർ ഒരു n ഇൻപുട്ടും എടുക്കുന്നു. ആ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന് സം എടുക്കുക. സം എടുക്കാൻ ഈസിയാണ്. ഒരു ഫോർ ലൂപ്പ് ഇടുക, സം ഈക്വൽ ടു സം പ്ലസ് ഐ കൊടുക്കുക. ഓക്കെ, സോ ഐയുടെ വാല്യൂ ഫോർ ലൂപ്പിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n കൊടുത്താൽ മതി. ഇവിടെ ആ സം എടുത്ത് പ്രിന്റ് ചെയ്യുന്ന കൂടെ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഓരോ നമ്പർ എടുക്കുന്ന സമയത്ത് ഓഡ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓഡ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈസിയാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവിസിബിൾ അല്ല എങ്കിൽ ദാറ്റ് നമ്പർ ഈസ് ഓഡ്. ഇഫ് ദാറ്റ് നമ്പർ മോഡ് 2 നോട്ട് ഈക്വൽ ടു 0, കിട്ടുന്ന റിമൈൻഡർ 0 അല്ലെങ്കിൽ കിട്ടുന്ന റിമൈൻഡർ 1 ആയിരിക്കും. സോ കിട്ടുന്ന റിമൈൻഡർ 1 ആണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് ഓഡ് നമ്പർ. അതിന്റെ കൗണ്ട് എടുത്ത് പോവാം. സോ നമുക്ക് ആവശ്യമുള്ളത് സം എടുത്ത് പോകാൻ സം എന്ന വേരിയബിൾ വേണം, കൗണ്ട് എന്ന വേരിയബിൾ വേണം. ഫോർ ലൂപ്പ് കറങ്ങണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ഐ എന്ന വേരിയബിൾ വേണം. യൂസറിന്റെ കയ്യിൽ നിന്ന് ലിമിറ്റ് മേടിക്കാൻ n എന്ന വേരിയബിൾ വേണം. കണ്ടോ, പ്രോഗ്രാമിനകത്ത് മെയിൻ ഫംഗ്ഷനകത്ത് എന്തൊക്കെ എഴുതിയിരിക്കണേ? n ഉണ്ട്, സം ഈക്വൽ ടു 0 ഉണ്ട്, കൗണ്ട് സ്റ്റോർ ചെയ്തിരിക്കണം. ഓഡ് നമ്പേഴ്സിന്റെ കൗണ്ട് ആയതുകൊണ്ട് ഓഡ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. കൗണ്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം, ഓഡ് കൗണ്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഞാനിവിടെ ഓഡ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. എന്നിന്റെ വാല്യൂ അതിപ്പോ 5 ആകാം, 10 ആകാം, 20 ആകാം. ഓരോ യൂസറിനും അയാൾക്ക് ഇഷ്ടപ്പെട്ട വാല്യൂ ആയിരിക്കും അയാൾ കൊടുക്കുന്നത്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോ എന്നിന്റെ വാല്യൂ റീഡ് ചെയ്യുന്നു, അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്കാൻഎഫ് യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. സോ യൂസറിന്റെ കയ്യിൽ നിന്ന് ആ റേഞ്ച് മേടിച്ചിട്ട് എന്നിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി ഫോർ ലൂപ്പിനകത്ത് കയറുമ്പോൾ ഫോർ ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ഐ പ്ലസ് പ്ലസ്. അതായത് ഐയുടെ വാല്യൂ 1 മുതൽ n വരെ പോവാണ്. നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലോ, 1, 2, 3 അപ് ടു n വരെ പോവുക. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, അതായത് n കൂടെ എടുക്കണമല്ലോ, അതിനകത്തേക്ക് പോകുന്നു. സം എടുക്കാനായിട്ട് സം ഈക്വൽ ടു സം പ്ലസ് ഐ. ഐയുടെ വാല്യൂ 1 അല്ലേ, സമ്മിനകത്തും 0 ആണല്ലോ, 0 പ്ലസ് 1 ആദ്യം 1 കിട്ടും. നെക്സ്റ്റ് അടുത്തൊരു ഐട്രേഷൻ വരുന്ന സമയത്ത് സമ്മിനകത്ത് 1 ഉണ്ട്, 1 പ്ലസ് ഐയുടെ വാല്യൂ 2 ആയിരിക്കും. 1 പ്ലസ് 2 3, അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇവിടെ ഓഡ് നമ്പേഴ്സിന്റെ കൗണ്ട് കൂടെ എടുത്തു പോകും. അതിന് ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇഫ് ഐക്കകത്തുള്ള വാല്യൂവിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0 അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. അത് നോക്കണ്ട, 0 അല്ലെങ്കിൽ ഓഡാണ്. ഓക്കെ, സോ കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ഡേറ്റ് ചെയ്യുന്നു, ഓഡ് പ്ലസ് പ്ലസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിനകത്തൊരു ഇഫ് കണ്ടീഷൻ. സം എടുത്ത് പോകുന്നു, തൊട്ട് താഴെ ഓഡാണോ എന്ന് ചെക്ക് ചെയ്യുന്നു, അത് അപ്ഡേറ്റ് ചെയ്ത് പോകും. ലൂപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട്, ലൂപ്പിനകത്ത് പ്രിന്റ് ചെയ്യരുത്, ലൂപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഫൈനലി സമ്മിനകത്തുള്ള വാല്യൂ, സപ്പോസ് എന്നിനകത്ത് 5 ആയിരുന്നെങ്കിൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 15 ആയിരിക്കും സമ്മിനകത്ത് വരുന്നത്. അതിനകത്ത് വരുന്ന ഓഡ് നമ്പേഴ്സ് 1, 3, 5. കൗണ്ട് നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും അല്ലേ? ഇതാണ് നമുക്ക് ഫൈനലി പ്രിന്റ് ചെയ്യേണ്ടത്. പ്രിന്റിനകത്ത് എന്തൊക്കെ കൊടുക്കുക? സം പ്രിന്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കൗണ്ട് പ്രിന്റ് ചെയ്യാൻ കൊടുക്കാം. സിംഗിൾ ലൈൻ മതി കേട്ടോ, സിംഗിൾ പ്രിന്റ് എഫിൽ 2 കൊടുക്കാം. ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് 2 ലൈൻ സെപ്പറേറ്റ് എഴുതിയെന്നുള്ളൂ.